ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് രുചിയൂറും ബീഫ് റോസ്റ്റ് ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നന്നായി ക്ലീൻ ചെയ്ത 1.5 കിലോ ബീഫ് മീറ്റ് ആണ്. ആദ്യം ഇതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ബീഫ് മീറ്റ് വേവിക്കുന്നതിന് മുന്നേ അതിനാവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ആദ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൊടി, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 മീഡിയം സൈസ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചതും, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത് കുറച്ചുകൂടി എരിവ് കിട്ടാൻ വേണ്ടിയാണ്. ഉപ്പ് പാകത്തിന് ചേർക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. ഇനി ഈ മസാലകളെല്ലാം ഈ ബീഫ് മീറ്റിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. മസാലകളെല്ലാം ബീഫ് മീറ്റിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ മീറ്റിലേക്ക് ഏകദേശം 2 മീഡിയം സൈസ് സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കണം. മസാലകളെല്ലാം ഈ മീറ്റിൽ നന്നായി പിടിക്കുന്നതിനായി ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇനി ഈ മീറ്റ് നമുക്ക് കുക്കറിൽ അടച്ച് വേവിക്കണം. അതിന് മുന്നേയായി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് മതിയാകും, കാരണം മീറ്റിൽ നിന്ന് വേകുമ്പോൾ ധാരാളം വെള്ളം ഇറങ്ങുന്നതായിരിക്കും. മീറ്റ് വേകുന്നതിനായി 8 വിസിലാണ് നമ്മൾ കേൾപ്പിച്ചത്. കൂളിംഗ് ടൈം കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് മറ്റൊരു പാനിൽ മറ്റുള്ള മസാലകൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അലുമിനിയം ഉരുളിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പെരുംജീരകം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പെരുംജീരകം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നന്നായൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായി സ്ലൈസ് ചെയ്തതും 150 ഗ്രാം ചെറിയ ഉള്ളി തോൽ കളഞ്ഞതും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈ മിക്സ് ലോ ഫ്ലെയിമിൽ നന്നായി വഴണ്ടി വരുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. വഴറ്റിയ ഈ മിക്സിലേക്ക് ഇനി 5 പച്ചമുളക് 2ആയി നെടുകെ കട്ട് ചെയ്തതും, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി തോൽ കളഞ്ഞതും ഇട്ട് പച്ച മാറുന്നതിനായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. 1 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് ചതച്ചത്, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരുംജീരകം ചതച്ചതും ചേർത്ത് നന്നായി ഇളക്കാം. മസാലകളുടെ പച്ച മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തക്കാളിയും ആവശ്യത്തിന് വഴണ്ട് വന്നതിന് ശേഷം ഇനി ഈ മിക്സിലേക്ക് സ്റ്റേക്കോട് കൂടിയ ബീഫ് മീറ്റ് കുക്കറിൽ നിന്ന് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 5-6 ഏലക്ക ചതച്ചതും ഒരു ചെറിയ ബേ ലീഫ് പൊടിച്ചതും ചേർത്ത് ഇളക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഒരു 1/2 സ്പൂൺ പെരുംജീരകം ചതച്ചത് കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ നമ്മുടെ രുചിയൂറും ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളോടുകൂടിയും കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്.